ഒരു വ്യക്തിയെയോ നമുക്ക് സത്യസന്ധത ഇല്ലാതെ വിമർശിക്കാനുള്ള റൈറ്റ് ഇല്ല. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ മരിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു വ്യക്തിയുടെ മരണമൊഴി അല്ലെങ്കിൽ മരണസമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രാർത്ഥന എന്ന് കരുതപ്പെടുന്നത്. യേശു പിതാവേ, ഇവർ സത്യത്തിൽ വളരുന്നതിന് വേണ്ടി എന്നെ തന്നെ ഞാൻ സത്യത്തിൽ വിശദീകരിക്കുന്ന പറഞ്ഞു. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധനായിരിക്കുക എന്നുള്ളതാണ്. സത്യം കൊണ്ട് അരമുറുക്കുക. നമുക്ക് ഒരാളെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തമ മനസാക്ഷിയിൽ അയാൾ നമ്മളുടെ വിമർശനം സത്യസന്ധമായിരിക്കണം എന്ന് ഉറപ്പുവരുത്തി നമുക്ക് വിമർശിക്കാൻ പാടുള്ളൂ. ഒരു മാതൃഭോഗി ആണ് എന്ന് എനിക്ക് 100% എന്റെ കണ്ണുകൊണ്ട് ബോധ്യം വന്നിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് അങ്ങനെ വിളിക്കാം. അല്ലാത്ത ഒരാൾ എനിക്ക് വിളിക്കാൻ റൈറ്റില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ട്. അപ്പൊ ഇപ്പൊ ഒരാളെ നമുക്ക് അപ്പനില്ലാത്തവന്ന് വിളിക്കാൻ റൈറ്റ് ഉണ്ടോ? ലോകത്തിലൊരു മനുഷ്യനെ നമ്മൾ തന്തയില്ലാത്തവന്ന് വിളിക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം എന്താണ്? പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ തന്തയില്ലാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ, യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് ഗർഭം ധരിച്ചാണ്. ബാക്കി എല്ലാവരും ഏത് അപ്പൻ ആരാണെന്ന് അറിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലും ഒരപ്പനുള്ളവനാണ്. അപ്പൊ നമ്മൾ ഒരാൾ തന്തയില്ലാത്തവന്ന് വിളിച്ചാൽ വളരെ വ്യക്തമായ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇമാർ വായ എടുത്താൽ ഇത് തന്നെ പറയും. ഞാൻ താഴോട്ട് പോവാണ്, ഇവൻ എന്തൊക്കെയോ മണ്ടത്തനം വിളിച്ചു പറയുക. ഓക്കെ, അപ്പം മെട്രിക്സിന് കൊള്ളുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അപ്പൊ അതൊരു നുണയായിട്ട് എങ്ങനെ തന്തയില്ലാത്തവനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒരു കള്ളനെ നമുക്ക് കള്ളെന്ന് വിളിക്കാം, നുണയെ വിളിക്കാം, നുണ പറയുന്നവനാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സത്യസന്ധമായ സമീപനം ഒരു ക്രിസ്ത്യാനികൾ സ്വീകരിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ അപ്പൻ ദൈവമാണ് നമ്മൾ പറയും. അല്ലാതെ യേശുക്രിസ്തുവിന് ഭൂമിയിലുള്ള ഒരു മനുഷ്യരുമായിട്ട് ഇല്ല, പരിശുദ്ധാത്മാവിലാണ് ഗർഭം. അപ്പം ഇമാര് ഈ ഒരു റിയാലിറ്റിയെ നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ഇമാർ വായെടുത്താൽ ഇത് മാത്രമേ പറ്റുള്ളൂ, ഇവ രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നു. അപ്പം ഇതൊക്കെ വളരെ സിമ്പിൾ ആയ കാര്യമാണ്. എങ്ങനെ കേൾവിക്കാരെ നിങ്ങളെ പോലെയല്ല കേൾക്കുന്നവരും ഈ ലോകത്ത് ജനിച്ചു വീണതിൽ ഒരു മനുഷ്യൻ മാത്രമേ പുരുഷ ഭക്ഷണം ഏൽക്കാതെ ജനിച്ചിട്ടുള്ളൂ. അത് ആരാണ്? അങ്ങനെ പറഞ്ഞോ? അതിനപ്പുറം വേറെ വേറെ പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞാനിത് പദം ഉപയോഗിക്കുന്നത് താങ്കൾ എന്നെ പഠിപ്പിക്കട്ടെ. താങ്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ താങ്കൾ അത് ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ട് പറഞ്ഞാൽ ആ കൃത്യമായ മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഒരാളെ തന്തയില്ലാത്തവെന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നീ ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ ആണെന്നുള്ള ബോധ്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ, അതായത് ഒരവസരം കിട്ടിയാൽ അവിടെ കുറെ തെറ്റും പഠിപ്പിക്കും, കുറച്ച് ശരികളും പഠിപ്പിക്കും. അത് നീ എന്നെ ഉപദേശിക്കാൻ പറ്റില്ല. ഞാനൊരു തെറ്റും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ ബോധ്യങ്ങളുണ്ട്. അല്ലാതെ എന്നെ ആൾക്കാരായിട്ട് നീ വരണ്ട. നിന്റെ ശരി, നീ വേണമെങ്കിൽ അവിടെ ഇരുന്ന് ടിസം പഠിപ്പിക്കുന്ന തെറ്റാന്ന് പറഞ്ഞു. അതെനിക്കറിയാം. അതായത് സംസാരത്തിൽ തെറ്റ് വരുമ്പോൾ അത് നീയല്ല തീരുമാനിക്കുന്നത്. എന്റെ സംസാരത്തിൽ തെറ്റ് വരുമോ ഇല്ലയോ നീയല്ല തീരുമാനിക്കേണ്ടത്, അത് ദൈവം മനസാക്ഷി തീരുമാനിച്ചു. ഞാൻ ഒരു തെറ്റും പറഞ്ഞില്ല. യേശുക്രിസ്തു അപ്പനില്ലാത്ത ആളാണ്. യേശുക്രിസ്തുവിന്റെ അപ്പൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മാനുഷികമായ തലത്തിലുള്ള ഒന്നല്ല. അത് ദൈവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശുക്രിസ്തു സ്വയം പൂജാതനായി തീരുമാനിക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ്. അപ്പൊ ദൈവം സ്വയം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പരിശുദ്ധ കന്യാമറിയുടെ ശരീരം സ്വീകരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തന്തയില്ലാത്തവെന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ അല്ല വിളിക്കുന്നത്, അവർ യേശുക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. അവിടെ ഇരിക്കും. ഒന്ന് പോണ പരിശുദ്ധാത്മാവ് തന്തയില്ലാത്ത ആളാണ് യേശുക്രിസ്തു എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അത് ക്ലിപ്പെടുത്ത് കോളറക്കി, ഒരു കുഴപ്പമില്ല. യേശുക്രിസ്തു അല്ലേ പരിശുദ്ധാത്മാവ്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് യഹോവ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവ്. അപ്പൊ ട്രിനിറ്റിയിൽ ത്രിയേകത്തിൽ ഉസിയ എന്ന സത്താപരമായി ഒറ്റ ദൈവമേ ഉള്ളൂ. അപ്പൊ അതിനെ സത്തയുടെ കണ്ണിലൂടെ കാണുമ്പോൾ യഹോവ തന്നെയാണ് യേശുക്രിസ്തു, യഹോവ തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ് പിതാവായ ദൈവം. അപ്പൊ യഥാർത്ഥ ട്രിനിറ്റി എന്താണെന്ന് അറിയത്തില്ലാത്ത മെട്രിക്സെ നീ ഈ അറിയില്ലാത്തത് അഭിപ്രായം പറയാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം ചെയ്തു. നിനക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഈ ഓഡിയൻസിനോട് നിനക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ യാഹുവേ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്നത് ശരിയാണ്. യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഹെറസിയ, മണ്ടത്തനോ? കത്തോലിക്ക സഭയുടെ CCCയിൽ ട്രിനിറ്റിയെ കുറിച്ചുള്ള എഴുതി വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിന് രണ്ടാമത്തെ ഖണ്ഡികയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നിനക്ക് അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നീ അഭിപ്രായം പറയാതിരിക്കുക. വേറെ ഞാൻ CCC വേണം വായിച്ചു. നിനക്ക് കത്തോലിക്ക സഭ നിനക്ക് എന്തെങ്കിലും വീട് ഉണ്ടെങ്കിൽ നീ ഇന്ന് അപ്പസ്തോലിക ചർച്ച ഉപേക്ഷിച്ച് അപ്പസ്തോലിക ചർച്ചയിലേക്ക് വന്നേ. ഇത്രയും കേട്ടിട്ടും നിന്റെ തലക്കകത്തേക്ക് ഒന്നും കയറും. നീ ഇപ്പോഴും പെന്തക്കോസ് അനുഭവം യേശുക്രിസ്തുവിന്റെ തന്ത ആരാണ്, യേശുക്രിസ്തുവിന്റെ തന്ത ആരാണെന്ന് നീ പറഞ്ഞു, അപ്പൻ ആരാണെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടല്ലോ യേശുക്രിസ്തുവിന്റെ അത് ദൈവത്തെ പിതാവെന്ന് നമ്മൾ കാണണം. ഓരോ മനുഷ്യന്റെ പിതാവ് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു കുറ്റബോധമില്ല. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്ക് വിവരമില്ലെങ്കിൽ നീ പെന്തക്കോസുകാരനെ ക്രിസ്തുവിന്റെ ഭൂമി പോയിരിക്കാം. യേശുക്രിസ്തു തന്നെയാണ് പിതാവ്. നിനക്ക് യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്.
CC ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. അപ്പം പിന്നെ പ്രശ്നം തീർന്നത് അത് വൺ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹോളി ട്രിനിറ്റിയിൽ ത്രിയേകത്വം എന്ന് പറയുമ്പോൾ ഉഷ്യ എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് ഇവനെ പോലുള്ളവങ്ങളൊക്കെ കൊണ്ട് വച്ചേ ഒരു വിവരവും ഇല്ലാതെ നീ അതാ ഇത് കേൾക്കുന്നുണ്ടോ? ഈ മണ്ടം പറയുന്ന വല്ല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. മണ്ടൻ നിന്റെ പെന്തക്കോസ് നീയുമാ മണ്ടൻ തീരുമണ്ടൻ. നീ എന്നെ മണ്ടൻ എന്ന് വിളിക്കാൻ നീ ഒരു 15 ജന്മം ജനിക്കണം. കാരണം നിന്റെ അത്രയും വലിയൊരു മണ്ടൻ ഇത്രയും അപ്പൊ ഈ റൂമിലിരുന്ന് പെന്തക്കോസ് കാരണം പറഞ്ഞ് കത്തോലിക്കർ റൂമിലിരുന്ന് ഈ കത്തോലിക്കർ പറയുന്ന ആട്ട് മുഴുവൻ കേട്ട് നാണമില്ലാതെ ഇരിക്കുന്ന നീയാണ് ഏറ്റവും വലിയ മണ്ടൻ. ഒന്നെങ്കിൽ പെന്തക്കോസാണെങ്കിൽ നീ എന്ത് ചെയ്യണം? പെന്തക്കോസുകാരുടെ മുമ്പിൽ പോയി, അല്ലാതെ കത്തോലിക്കർ റൂമിലിരുന്ന് കത്തോലിക്കർ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നാണമില്ലാതെ ഇരിക്കാൻ നിനക്ക് നാണോ മാനോ ഇല്ലാത്ത ഒന്നാണ്. ഇനി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ അതിനെ ഇനി ഒന്ന് കുറച്ചുകൂടി ഉണ്ടായിരിക്കും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ട്രിനിറ്റിയെ കുറിച്ച് കത്തോലിക്ക സഭ 253 പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ച വിശ്വാസ സത്യം ഇതാണ്. ത്രിത്വം ഏകമാവുന്നു. നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക സത്യത്തോടെ ത്രിത്വമാണ്. 3 വ്യതിരിക്ത വ്യക്തികളോട് കൂടിയ ഒരു ദൈവിക സത്യയെ വിഭജിച്ചെടുക്കുകയും അല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരുന്നു അത് തന്നെയാണ് പിതാവ്. കേട്ടല്ലോ, പുത്രൻ എന്തായിരുന്നു അത് തന്നെയാണ് പിതാവ്. പിതാവ് എന്തായിരുന്നു അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരുന്നു അത് തന്നെയാണ് പിതാവും പുത്രൻ. അപ്പം പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവും പിതാവ്. ഇതാണ് സത്തായപരമായി നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. പിതാവ് എന്തായിരുന്നു അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരുന്നു അത് തന്നെയാണ് പിതാവും പുത്രൻ. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. 3 വ്യക്തി ഓരോരുത്തരും. അതിന്റെ മുന്നിലത്തെ സെന്റൻസ് കൂടെ ഒന്ന് വായിക്കാമോ? നിങ്ങളിപ്പോ വായിച്ച ഈ പിതാവ് അതുകൂടെ ഒന്ന് വായിക്കാമോ? ഞാൻ അത് ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കാം. നൃത്തം പറഞ്ഞാൽ മതി. 253 ത്രിത്വം ഏകമാകും. നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക സത്യയോട് കൂടിയ ത്രിത്വത്തിലാണ്. 3 വ്യക്തികളും കൂടിയ ഒരു ദൈവിക സത്യയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായി ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നു അത് തന്നെയാണ്. ആ സെന്റൻസ് ഒന്നുകൂടെ വിശദീകരിക്കാമോ? ഇപ്പൊ പറഞ്ഞ ഈ 3 ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായി ദൈവമാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇത് ഈ സെന്റൻസ് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനും സിഫിയും ഇവിടെ ഇരിക്കുന്ന ഏതാ പറയുക മെട്രിക്സും മനുഷ്യരാണ്. അപ്പൊ ഒരേ സത്തയിലുള്ള 3 മനുഷ്യർ എന്നുള്ള ഒരു അവസ്ഥയിൽ വരും. അതൊരു വലിയ ഹെരസിയാണ്. 3 ദൈവങ്ങൾ ഒരേ ഗണത്തിലുള്ള 3 പേര് ദൈവമാണ്, പക്ഷെ 3 വ്യക്തികളാണ് എന്നുള്ള ഒരു അവസ്ഥ വരും. 3 ദൈവങ്ങളാവും. നമ്മൾ ആ സെന്റൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അടുത്ത സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകത്തിൽ ഓരോ പൂർണ്ണമായും മുഴുവനായ ദൈവമാണെന്ന് എടുത്തു കഴിഞ്ഞാൽ 3 ദൈവങ്ങൾ. ഹിന്ദുക്കൾക്കൊക്കെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്ന പോലെ സ്വതന്ത്രമായ 3 ഒരേ ഗണത്തിൽപ്പെടുന്ന ദൈവിക ഗണത്തിൽപ്പെടുന്ന 3 ദൈവങ്ങളാവും. അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ് അടുത്ത സെൻസ്, പുത്രൻ എന്തായാലും അത് തന്നെയാണ് പിതാവ്. എന്നാൽ പുത്രൻ തന്നെയാണ് പിതാവ് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. പിതാവ് എന്തായിരിക്കും അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരിക്കും അത് തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാവൂ. അപ്പൊ ഇതിന്റെ താഴെ 254 നേരെ യേശുവാണ് പിതാവെന്ന് കിട്ടിയത്. നീ ഒന്ന് പോടോ. നീ ആരാ? നീ കത്തോലിക്ക സഭയെ പഠിപ്പിക്കാൻ നീ വന്നിട്ടില്ല. ഇപ്പൊ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്തയ്ക്ക് വിളിക്കുന്ന നീ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ മെട്രിക്സ് നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാൻ. അത് ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ വ്യത്യസ്തതയാണല്ലോ. അത് പോട്ടെ. ശരിയായ വിധത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഈ വിഷയത്തിൽ ഒത്തിരി പറയാനുണ്ട്. പിതാവെന്ന് ജനിച്ചോണ്ട് നമ്മൾ വിശ്വാസം ഞാൻ അവരോട് സംസാരിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന കത്തോലിക്കരോടും ഓഡിയൻസിനോടാണ്. അവർ താല്പര്യം പെന്തക്കോസ്ത് സഭയിൽ പോയി സംസാരിക്കാം. ഓക്കെ, അതൊന്നും വേണ്ട. മെട്രിക്സിന് ഞാൻ അവസരം തരാം. ഡിസംബർ പറയാനുള്ള പറഞ്ഞോളൂ, തുടർന്നു. അത് കഴിഞ്ഞിട്ട് മെട്രിക്സ്. അപ്പൊ 254 ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തരാണെന്ന് പറയുന്നത്. പിതാവ് പുത്രൻ എന്നീ സംജകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമല്ല. അവ ഒന്നും മറ്റൊന്നും യഥാർത്ഥമായി വ്യത്യസ്തമാണ്. അപ്പൊ ഈ 253 54 ശരിയായ വിധത്തിൽ വായിച്ചെങ്കിലേ, ഒത്തിരി ധ്യാനിച്ചെങ്കിലേ ത്രിത്വം എന്ന മഹാരഹസ്യം നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ 253 വെളിച്ചത്തിലാണ് സംസാരിച്ചത്. ഏത് യേശു ക്രിസ്തു മനുഷ്യ സ്പർശനം ഏൽക്കാതെ പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ സ്വയം പൂജാതനായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. സത്തയിൽ ഏകമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഏക ദൈവമാണ്. ആ ദൈവം പരിശുദ്ധ കന്യാമറിയുടെ ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നു. അവിടെ യേശു ക്രിസ്തു സ്വയം വരികയാണ് ചെയ്യുന്നത്. അപ്പം ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ഒരാളെ തന്തയില്ലാത്തവരെന്ന് വിളിച്ചാൽ ആ വിളി ചെന്ന് കൊള്ളുന്നത് യേശു ക്രിസ്തുവിനാണ് എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഈ ഭൂമിയിൽ തന്തയില്ലാത്ത ശാസ്ത്രത്തിന് അത്ഭുതകരമായി ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ജനിക്കുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ പെന്തക്കോസ്തുകാർ ഈ പട്ടിപ്പെന്തോള് ഈ പേപ്പട്ടിപ്പെന്തോള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മെട്രിക്സ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്തയ്ക്ക് വിളിയാണ് ഇവന്റെ ഏറ്റവും മെയിൻ ഹോബി. ഈ മെട്രിക്സിന്റെ 10,000 തന്തയ്ക്ക് വിളിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പെന്തക്കോസ്തുകാരെ കുറിച്ച് ഇതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ. മെട്രിക്സിന് ഒരു അവസരം കൊടുക്കുക, എളുപ്പമായിട്ട് പറയാനുള്ള അവസരം കൊടുക്കുക. പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിൽ നിന്ന് ജനിച്ചവനാണ് യേശുക്രിസ്തു. പിതാവിൽ നിന്ന് ജനിച്ചത് യേശുക്രിസ്തു അല്ല എന്റെ സഹോദര. പിതാവിൽ ജനിച്ചത് യേശുക്രിസ്തു അല്ല. പിതാവിൽ നിന്ന് ജനിച്ചത് ലോഗോസാണ്, വചനമാണ് ജനിച്ചത്. യേശുക്രിസ്തു ജനിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൽ. അത് ജനിച്ചത് എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്.
യഥാർത്ഥ ഇതിൽ ജനറേറ്റഡ് എന്ന് പറയുന്നത് പുറപ്പെട്ടു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ബ്രദർ, അത് ആ അർത്ഥത്തിന്റെ ജനറേഷൻ എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് അനാദികാലം മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു അത് എന്നല്ല. മലയാളം ട്രാൻസ്ലേഷനിലാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ ജനറേറ്റഡ് എന്നാണ്, അല്ല ജനിച്ചവൻ എന്നുള്ള എന്നുള്ള അർത്ഥത്തിലല്ല. വാക്കാണ് മണ്ട. ഒരു ബിഗോട്ടൻ. മിനിറ്റ് മാട്രിക്സ് അങ്ങനെ പോകണ്ട ഈവൻ ഇത് മണ്ട പെന്തക്കോസ്തുകാരെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന പുറമ്പോക്ക് ജോണ്ടി നാണില്ലാത്തവനെ. നീ എന്നെ മണ്ടത്തരം പറയും. നിനക്ക് എന്താ ബ്യൂറോ ഉള്ളത്? നീ എന്നെ പറയാനായിട്ടില്ല. പുറമ്പോക്കെ പെന്തക്കോസ് പുറമ്പോക്കെ നമ്മൾ ആശുപത്രി പോയി മണ്ടാന്ന് വിളിക്കുന്നത്. ഇവരെന്തെങ്കിലും വിശ്വസിക്കോ? പെന്തക്കോസ്താണെന്ന് നാണില്ലാത്തവൻ. നീ ബെഞ്ചി ആരോ നീ വിശ്വസിക്കണ്ട. നീ ഇത്രേ കാലം ബെഞ്ചി പറഞ്ഞിട്ട് നീ ഇപ്പോഴും പെന്തക്കോസ് സഭയാണെന്ന് പറഞ്ഞ അർത്ഥമല്ലേ? ഞാനാണ് നീ പോടാ രാവിലോട്ട് വൈകുന്നേരം വരെ ഒന്ന് വന്ന് രണ്ടാമത് തന്തയിലാക്കി നാട്ടുകാരെ വിളിക്കുന്നവരെ ഇവിടെ വർത്താനം പറഞ്ഞു വരുന്നു. എന്താ ഇത്? നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്ത് ഒരു കാര്യം സംസാരിക്കാനാണ്. ഒരു സംസാരിക്കട്ടെ. ഇപ്പം ഡിസംബർ തന്നെ പറഞ്ഞു മലയാളത്തിൽ അത് വ്യത്യസ്തമാണ്. നമ്മളത് ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിലും ഞാൻ വായിക്കുമ്പോൾ 253 വായിക്കുമ്പോൾ വൺ ഡിവിനിറ്റി എമംഗ് ദംസെൽസ് ബട്ട് ഈച്ച് ഓഫ് ദം ഈസ് ഗോഡ് ഹോൾ ആൻഡ് എൻഡയർ, അങ്ങനെയാണ് ആ സെന്റൻസ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലാക്കുന്നത് ഞാൻ ഡിസംബർ പറഞ്ഞ പോലെ അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആ സെന്റൻസ് വായിച്ചിട്ട്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരു വലിയ ഹെരസിയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ മുക്കൂട്ട് ദൈവങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഏകദൈവം എന്നുള്ളൊരു ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് വരും. ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതല്ല. കാരണം ഇപ്പം അതാണ് ഷിബു പീഡിക്ക് പറഞ്ഞ ട്രിനിറ്റി. അന്ന് ഷിബുവിനെ ഞാൻ തുറന്നു കാണിച്ചതാണ്. എന്താണ് ചാന്തും വെള്ളവും സിമെന്റും കൂടി ഇട്ടും ഇറക്കി എടുത്തു കഴിഞ്ഞാൽ അത് ദൈവമായെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെയും കുറച്ച് വചനത്തെയും കുറച്ച് പിതാവായ ദൈവത്തെയും കൂടെ ഇറക്കി കഴിഞ്ഞാൽ ഒരു ദൈവമായെന്ന് പറഞ്ഞോളാം. അങ്ങനെ അല്ല ദൈവത്തിന്റെ തർക്കിക്കാൻ വേണ്ടിയല്ല ഡിസംബർ. ഞാൻ നിങ്ങൾ കോട്ട് ചെയ്ത വചനമാണ്. ഞാൻ താങ്കൾ മനസ്സിലാക്കിയത് ശരിയായ അർത്ഥത്തിലല്ല. അത് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വായിച്ചോട്ടെ. നിന്റെ വീട്ടുകാരെ നിന്റെ കുടുംബക്കാരെ നിന്നെ ജനിപ്പിച്ചവരെ നീ വിളിച്ചാൽ എന്നെ വിളിക്കാൻ മോശമായ വാക്കുകൾ ഇടപെടരുത്, വെറുതെ ഉപയോഗിക്കുന്നത്. നിങ്ങളത് വായിക്കേണ്ട. CCC ആണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഞാൻ CCC നൈസിംഗ് ക്രീഡിങ് പറയണത്, അതായത് സർവ്വശക്തനും പിതാവുമായ ഏക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ഇത് വളരെ പറഞ്ഞത് ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തതുമായ ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ടിസൺ ബ്രദറെ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നമുക്ക് സംസാരിച്ചു പോവാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ല ഇരിക്കണ്ട, സംസാരിക്കാമെങ്കിൽ സംസാരിക്കാം, അത്ര തന്നെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ബെഞ്ചി എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, നമ്മൾ വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു. വളരെ മോശമായ ഒരു പദപ്രയോഗം ഇപ്പം ഡിസംബർ നടത്തി. ഭൂമിയിൽ തന്തയില്ലാത്ത ഒരുത്തിനോട് യേശു ക്രിസ്തു പറഞ്ഞു, ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ മനുഷ്യൻ കൊണ്ട് പറ്റത്തില്ല. അത് കത്തോലിക്കരാണെന്നുള്ള നിലയിൽ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതിനെ പിന്നെ ന്യായീകരിച്ച് അങ്ങ് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. വാക്ക് തെറ്റായിട്ട് പറഞ്ഞാൽ ആ വാക്ക് തിരുത്തുക മര്യാദ എന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ ഇരുന്ന് മെഴുകേണ്ട ആവശ്യമില്ല. അല്ല, ഡിസംബർ ഇവിടെ ഇരുന്ന് പറഞ്ഞ മുഴുവൻ ശുദ്ധ വിവരക്കേടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ പുള്ളി എന്താ അവിടെ വെച്ച് പറഞ്ഞിട്ട് പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും അനങ്ങായിരുന്നു. നമ്മളതിന്റെ നിങ്ങൾ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം തരികയാണ്. എന്ത് എല്ലാവരോടും സംസാരിക്കാൻ ഒന്ന് സംസാരിക്കട്ടെ. പറഞ്ഞു, എന്താണ് പ്രശ്നം?